നമസ്കാരം, വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന തിരൂർ നഗരസഭാ കൌൺസിലിനെതിരെ LDF നടത്തിയത് വെറും സമര നാടകമായിരുന്നുവെന്ന് UDF നേതാക്കൾ പറഞ്ഞു. ഒന്നും പറയാനില്ലാത്തതിനാൽ നടന്നതും നടക്കുന്നതുമായ കാര്യങ്ങളാണ് സമരത്തിൽ ഉന്നയിച്ചതെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു സമരമായിരുന്നു അതെന്നും നേതാക്കൾ ആരോപിച്ചു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന തിരൂർ നഗരസഭാ കൌൺസിലിനെതിരെ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചവർക്ക് മണിക്കൂറുകൾ കൊണ്ട് പിന്തിരിഞ്ഞോടേണ്ടി വന്നത് CPMന്റെ രാഷ്ട്രീയ ഗതികേടാണ് കാണിക്കുന്നതെന്ന് മുനിസിപ്പൽ UDF നേതാക്കൾ ആരോപിച്ചു. UDFനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രൂപത്തിലുള്ള ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെക്കുകയും അതിൽ ഓരോ കാര്യങ്ങളും സമയബന്ധിതമായി തന്നെ നടപ്പിലാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയുമാണ് തിരൂരിലെ UDFന്റെ ഭരണ സംവിധാനം. അതുകൊണ്ട് തന്നെ കാര്യമായ രൂപത്തിൽ ഈ 4 കൊല്ലക്കാലത്തിനിടക്ക് ജനങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നം പറഞ്ഞ് ഒരു സമരം നടത്താൻ ഇടതുപക്ഷത്തിന് ഇതേവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ അവരുടെയൊക്കെ ഏരിയ സമ്മേളനങ്ങളും അതേപോലെ തന്നെ ലോക്കൽ സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വ്യാപകമായ രൂപത്തിൽ CPMനകത്ത് വലിയ പ്രതിഷേധങ്ങളും ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടായത് നാട്ടിലൊക്കെ പാട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയ ഒരു സമര നാടകമാണ് ഈ അനിശ്ചിതകാല നിരാഹാര സമരം എന്ന പേരിൽ അവിടെ അരങ്ങേറിയത്. ആ സമരത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. സാധാരണഗതിയിൽ സമരമുറകൾ പലതും നമ്മൾ കാണാറുണ്ട്. സമരമുറകളിൽ അവസാനത്തെ ഇനമാണ് സത്യത്തിൽ നിരാഹാര സത്യാഗ്രഹവും അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹവും ഒക്കെ. പക്ഷേ ഇവിടെ കേവലം 1.5 ദിവസത്തെ മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രം നിലനിർത്തിക്കൊണ്ട് പാർട്ടിയുടെ സഖാക്കൾക്ക് പോലും, സോഷ്യൽ മീഡിയയിൽ പാർട്ടിക്ക് വേണ്ടി പോരാടുന്ന സൈബർ സഖാക്കൾക്ക് പോലും നാണക്കേടുണ്ടാക്കുന്ന വിധമാണ് ആ സമരം പൊളിഞ്ഞത് എന്നുള്ളത് നമ്മൾ കണ്ടു. കാര്യമായ രൂപത്തിൽ നമുക്കറിയാലോ, കാര്യമായ രൂപത്തിൽ ഒരു ഉറപ്പും ലഭിക്കാതെ, കാരണം മുനിസിപ്പാലിറ്റിയിലെ UDFന്റെ ഭരണ സംവിധാനം പ്രവൃത്തി പദത്തിൽ നടത്തിയ കാര്യങ്ങളും ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് സമരത്തിന് വേണ്ടി ഒരു സമരം നടത്തുന്ന സംവിധാനമാണ് LDF നടത്തിയത്. സമരം ഒരു നാടകമായിരുന്നുവെന്നും ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും വിട്ടുനിന്ന സമരം പാതിവഴിയിൽ ഉപേക്ഷിച്ച് തടി തപ്പിയത് ജനം മനസ്സിലാക്കുന്നുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് നഗരസഭാ ഭരണസമിതിക്കെതിരെ ഉന്നയിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. UDF നേതാക്കളായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, PV സമ്മത്ത്, യാസിൻ പയ്യോളി, നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, വൈസ് ചെയർമാൻ P രാമൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ KK സലാം മാസ്റ്റർ, ഫാത്തിമത്ത് സജ്ന എന്നിവർ സംബന്ധിച്ചു. വെട്ട ന്യൂസ്, തിരൂർ.